കണ്ണൂർ പാറോട് CPIM ആക്രമണം. വടിവാളുമായി UDF പ്രവർത്തകന്റെ വീട്ടിലേക്കാണ് ഒരു സംഘം മുഖംമൂടി ധരിച്ചുകൊണ്ടെത്തിയത്. കാറും ബൈക്കും ഈ വടിവാൾ ഉപയോഗിച്ച് വെട്ടിപ്പൊളിക്കുന്നത് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു. മുഖംമൂടി ധരിച്ചാണ് അക്രമികൾ എത്തിയത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. റഹീസ്, കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിയാണ് ഈ പ്രകോപനത്തിന് കാരണം, ഈ ആക്രമണത്തിന് കാരണം എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നേതാക്കൾ പ്രതികരിക്കുന്നത്? ഇതാരൊക്കെയാണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്താണ് വിവരങ്ങൾ റഹീസ്? കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ LDF ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ കടുത്ത മത്സരമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അവിടെ 12-11-9 എന്നുള്ളതാണ് നിലവിൽ കക്ഷിനില. അല്ല, 11-9 എന്നുള്ളതാണ്. അതായത് 11 സീറ്റുകളിൽ UDF ജയിക്കുന്നു, 9 ഇടങ്ങളിൽ LDF ജയിക്കുന്നു, അവിടെ 3 ഇടങ്ങളിൽ അവിടെ NDAയും ജയിക്കുന്നു. അങ്ങനെ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പാറാടാണ് ഇത്തരത്തിൽ അക്രമ സംഭവം ഉണ്ടാകുന്നത്. UDF പ്രവർത്തകന്റെ വീട്ടിലേക്ക് വടിവാളുമായി പ്രവർത്തകർ എത്തുകയായിരുന്നു. LDF പ്രവർത്തകർ തന്നെയാണ് എത്തിയത്. അത് കൊടികൊണ്ടും ഒപ്പം തന്നെ പ്രത്യേക തരത്തിലുള്ള കർച്ചീഫുകൾ, പാർട്ടിയുടെ ചിഹ്നങ്ങളൊക്കെയുള്ള കർച്ചീഫുകൾ കൊണ്ടൊക്കെ മുഖം മറച്ചിട്ടാണ് പലരും പോയത്. അതായത് ഇന്ന് വൈകിട്ട് UDFന്റെ ആഹ്ലാദ പ്രകടനം അവിടെ ഉണ്ടായിരുന്നു. അതിലേക്ക് CPM പ്രവർത്തകർ ഇരച്ചെത്തി അവർ ആക്രമണം ഉണ്ടാക്കിയെന്നാണ് UDF പറയുന്നത്. സ്ഥലത്ത് പോലീസ് എത്തിയിരുന്നു. പോലീസ് ഈ 2 കൂട്ടരെയും, ഈ LDF പ്രവർത്തകരെയും ഒപ്പം തന്നെ UDFന്റെ പ്രവർത്തകരെയും ഒക്കെ അവിടെ നിന്ന് മാറ്റി സ്ഥിതിഗതികൾ ശാന്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് ഈ LDF പ്രവർത്തകർ സംഘടിച്ചെത്തുന്നത്. കുറച്ചധികം പേർ സംഘടിച്ച് വടിവാളുമായി റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിന് പിന്നാലെ ഇവർ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് എത്തുന്നു. അയാളുടെ നേർക്ക് വടിവാൾ വീശുന്നുണ്ട്. ശേഷം അരിശം തീരാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറും ബൈക്കും ഒക്കെ നശിപ്പിച്ചതിന് ശേഷമാണ് ഈ സംഘം അവിടെ നിന്ന് മടങ്ങുന്നത്. നിരവധിയായ ആളുകളെ അവിടെ ഉണ്ടായിരുന്നവരെ അസഭ്യം പറഞ്ഞുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതി പോയിട്ടുണ്ട്. ഇതിൽ ചിലർക്കൊക്കെ പരിക്കേറ്റിട്ടുമുണ്ട്. ഈ ആദ്യമുണ്ടായ സംഘർഷത്തിലും കല്ലേറിലുമൊക്കെ പെട്ട് ആദ്യം പോലീസ് എത്തുന്നതിന് മുൻപ് അവിടെ ഉണ്ടായ പ്രശ്നത്തിൽ പരിക്കേറ്റ് 8 പേരാണ് നിലവിൽ തലശ്ശേരി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. അവരുടെയൊക്കെയും ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കും കൈക്കുമൊക്കെയാണ് പലർക്കും പരിക്കേറ്റിട്ടുള്ളത്. ഈ ആക്രമണത്തിന് പിന്നിൽ CPM ആണ് എന്ന് തന്നെയാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. അവർ അത്തരത്തിൽ പാർട്ടി കൊടികളൊക്കെയുള്ള ഒരു മുഖംമൂടി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ കൊടികൾ കൊണ്ട് മുഖം മറച്ചിട്ടൊക്കെയാണ് പലരും വരുന്നത്. ചിലർ അത് തലയിൽ കെട്ടുകയായിരുന്നു. എന്തായാലും CPM ആക്രമണത്തിനെതിരെ ഈ DCC പ്രസിഡന്റ് അല്പസമയം മുമ്പ് 24-നോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും, പാനൂരൊക്കെ നേരത്തെയും സംഘർഷം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോഴും സംഘർഷം ഉണ്ടാകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. പാനൂരിലെ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം കൂടി അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു. അതേ നാണയത്തിൽ തിരിച്ചടി ഉണ്ടാകും എന്നാണ് VD സതീശൻ പറയുന്നത്. CPIM അക്രമം അവസാനിപ്പിക്കണം. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടാവുന്നതെന്നത് ഖേദകരമാണ് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.